രാജ്യം വിട നൽകുകയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിന് ഡൽഹിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ജെ പി നഡ്ഡ അടക്കമുള്ളവരും എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നുണ്ടായിരുന്നു. സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ തലത്തിൽ ഒരു ഔദ്യോഗിക പ്രോട്ടോകോൾ ഉണ്ടല്ലോ. പ്രധാനമന്ത്രി മരിച്ചു കഴിഞ്ഞാൽ സർക്കാർ തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഇന്നലെ മുതൽ കൂടിയാലോചന നടക്കുന്നുണ്ട് എന്നതാണ് നേരത്തെ ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരനും പി ബസന്തും റിപ്പോർട്ട് ചെയ്ത്. അക്കാര്യങ്ങളിൽ ഇനി കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേർന്നാണ് ഇനിയുള്ള തുടർ നടപടികൾ തീരുമാനിക്കാം. മന്ത്രിസഭാ യോഗം തുടങ്ങിയോ എന്ന വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേർന്നുണ്ട്. അർജുൻ, നല്ല മഴയാണോ ഡൽഹിയിൽ കാലാവസ്ഥ? അതേക്കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങാം. നല്ല മഴയാണ്. ഇന്ന് രാവിലെ ആരംഭിച്ച മഴയാണ്, ഇതുവരെയും തോർന്നിട്ടില്ല. വലിയ രീതിയിൽ ശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല തണുപ്പുമാണ് ഡൽഹിയിൽ ഇപ്പോൾ പൊതുവെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നമ്മൾ ഈ മണിക്കൂറിൽ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന വാർത്ത കാര്യങ്ങൾ ആ മന്ത്രിസഭാ യോഗവും അതിൻ്റെ തീരുമാനങ്ങളെ സംബന്ധിച്ച് തന്നെയാണ്. എവിടെയായിരിക്കും ഈ പൊതുദർശനം, അതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകളടക്കം എപ്പോഴെങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവണമെങ്കിൽ ആ മന്ത്രിസഭാ യോഗം കഴിയണം, അതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകണം എന്നുള്ള കാര്യം തന്നെയാണ്. നിലവിൽ കുറച്ചു മുൻപ് പ്രധാനമന്ത്രി ഇവിടേക്ക് 3 ജൻപത്തിലെ മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും വസതിക്കകത്തുണ്ട്. ഒപ്പം മറ്റ് നേതാക്കളും വരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഡൽഹിയിലെത്തും. അവർ ഈ വസതിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. നാളെ രാവിലെ 8:30 മുതൽ 10:30, 11 മണിവരെ AICC ആസ്ഥാനത്ത് ഒരു പൊതുദർശനം എന്നുള്ള രീതിയിലാണ് നിലവിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു അന്തിമ പ്രഖ്യാപനം എന്നുള്ളത് ഈ യോഗം കഴിഞ്ഞ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാത്രമേ അതിൻ്റെ സമയത്തിലടക്കം ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമോ തീരുമാനമോ ഉണ്ടാവൂ. പ്രത്യേകിച്ചും മുൻ പ്രധാനമന്ത്രിയാണ്, സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. അവരുടെ കൂടി സർക്കാരിൻ്റെ അടക്കം ടൈമിങ്ങുകളും മറ്റ് സമയക്രമങ്ങളും എല്ലാം തന്നെ ആലോചിച്ച് കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ ഔദ്യോഗികമായ ഒരു സമയമടക്കം, പൊതുദർശനത്തിനൊരു സമയമടക്കം എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ സാധിക്കുള്ളൂ. നാളെ ഉച്ചയ്ക്ക് ശേഷം രാജ്ഘട്ടിന് സമീപത്ത് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമൊരുക്കുക, അദ്ദേഹത്തിന് ആ ഒരു രീതിയിലാണ് നിലവിൽ ആലോചനകൾ പോകുന്നത്. ഏകദേശം അവിടെ തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു അന്ത്യവിശ്രമം എന്നുള്ള കാര്യത്തിലും വാർത്തകൾ, റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ അതിലെല്ലാം തന്നെ ഒരു ഔദ്യോഗിക തീരുമാനം ഉണ്ടാവണമെങ്കിൽ മന്ത്രിസഭാ യോഗം എന്തായാലും പൂർത്തിയാകണം. ഇപ്പോൾ ആ യോഗം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് നിലവിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അടുത്ത ഒരു 1-2 മണിക്കൂറിനകമോ അല്ലെങ്കിൽ അരമണിക്കൂറിനകമോ തന്നെ ആ യോഗം പൂർത്തിയാകും. അതേസമയം തന്നെ മൻമോഹൻ സിംഗിന്റെ കുടുംബവുമായിട്ടും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായിട്ടും സർക്കാർ വൃത്തങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. നിലവിൽ മൻമോഹൻ സിംഗിന്റെ ഒരു മകൾ അമേരിക്കയിലാണ്. അവർ ഇന്ന് വൈകിട്ടോടുകൂടി ഇവിടേക്ക് വസതിയിലേക്ക് മടങ്ങിയെത്തും. അവരുമായിട്ടും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, മറ്റു കുടുംബാംഗങ്ങളുമായിട്ടും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഇതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. നിലവിൽ നാളെ രാവിലെ 8:30 AICC ആസ്ഥാനത്ത് പൊതുദർശനം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടേക്ക് ഇന്ന് ഇവിടെ എത്താൻ പറ്റാത്ത നേതാക്കളും ഡൽഹിയിലെ അടക്കം മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം തന്നെ AICC ആസ്ഥാനത്തെത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം കൂടി ഒരുക്കി നൽകും. ഇവിടെ നിന്നും വിലാപയാത്രയായിട്ടായിരിക്കും AICC ആസ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുക. ഇവിടുന്ന് 300 മീറ്റർ മാത്രമാണ് AICC ആസ്ഥാനത്തേക്കുള്ളത്. അവിടുന്ന് അതിനുശേഷം നാളെ ഉച്ചയോടെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം രാജ്ഘട്ടിന് സമീപത്തേക്ക് കൊണ്ടുപോകും അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി എന്നുള്ള വാർത്ത കൂടി നിലവിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം വരും മണിക്കൂറുകളിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷം അക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം എന്താണ് എന്നതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി പ്രധാനപ്പെട്ട നേതാക്കൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.